ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് വളരെ റെയറായിട്ട് മാത്രം കാണുന്ന വാഹനങ്ങളിൽ ഒന്നാണ് റിറ്റ്സിൻ്റെ ഓട്ടോമാറ്റിക്. അപ്പോൾ റിറ്റ്സ് ഓട്ടോമാറ്റിക് ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇത് 2015-16 രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിറ്റ്സ് ഓട്ടോമാറ്റിക് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ വെറും 78,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. പിന്നെ വളരെയധികം പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന വാഹനം തന്നെയാണ്. കാര്യമായിട്ടുള്ള മൈലേജ് ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളൊന്ന് പോകാൻ പോകണം. അതിനൊക്കെ മുമ്പ് തന്നെ ഒരു ചെറിയ കാര്യം ഉറപ്പിക്കുകയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യണം. ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വരില്ല. നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വാഹനങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൂടുതൽ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തിട്ട് ഓൾ എന്നൊന്ന് ഓപ്ഷനിൽ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ. പിന്നെ വേറെ കാര്യം, ഇപ്പോഴത്തെ പുതിയ സ്ക്രാപ്പേജ് പോളിസിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. 20 കൊല്ലത്തിന് ശേഷം എല്ലാ വാഹനങ്ങളും നിർബന്ധമായിട്ടും പൊളിച്ചു കളയല്ല. 20 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഫിറ്റ്നസ് പുതുക്കാം. ഫിറ്റ്നസ് പുതുക്കി കിട്ടിയില്ല എങ്കിൽ മാത്രമാണ് വാഹനങ്ങൾ പൊളിച്ചു കളയണം. അപ്പോൾ ആ നിയമം എല്ലാവരും മനസ്സിലാക്കിയേക്കാം. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിൻ്റെ പേരിലാണ് മിക്ക വീഡിയോസിനകത്തും ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിറ്റ്സ് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ വീഡിയോ ഫുള്ള് കണ്ടുവരാം. ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാരുതി സ്വിഫ്റ്റിന്റെ വളരെ വളരെ റെയർ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന റിറ്റ്സിന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള CVT ട്രാൻസ്മിഷനിൽ വരുന്ന ആ ഒരു വേരിയന്റ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഗ്രാഫിക് ഡിസൈനൊക്കെ നമുക്ക് ഇതിന്റെ സൈഡിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിറ്റ്സിന്റെ ബാഡ്ജിങ് താഴെ നമുക്ക് ABSന്റെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. പിന്നെ ഓട്ടോമാറ്റിക്കിന്റെ ഒരു ലേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിലൊക്കെ നമ്മളൊന്ന് പോകാൻ പോകുന്നത്. ഈ വാഹനത്തിന്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഇതിന്റെ ടയർ ഭാഗവും ഫ്രണ്ട് ആ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലോസ് ആയിട്ട് തന്നെ സൂം ചെയ്തേക്കാം. ടയർ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അറൗണ്ട് ഒരു 70% മുകളിൽ ടയേഴ്സ് കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് ക്ലോസ് ലുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഫോഗ്ലാംസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ സ്വിഫ്റ്റിൻ്റെ ആ മോഡൽ ചേഞ്ചിൽ വന്നേക്കണ ആ ഒരു ഗ്രില്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ലോങ് ആയിട്ടുള്ള ആ ഒരു ഗ്രിൽസ് നിങ്ങൾക്ക് കാണാം. കൂടാതെ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ടയർ കണ്ടീഷൻ സെയിം കണ്ടീഷൻ തന്നെയാണ്. അറൗണ്ട് 70% മുകളിൽ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ സൈഡിൽ നമുക്ക് ഗ്രാഫിക് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട്. VT ആ ഒരു ട്രാൻസ്മിഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ റെയിൻ ഗാർഡ്, അതേപോലെ തന്നെ പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ റിയർ ഭാഗത്തും നമുക്ക് ആ ഒരു ഗ്രാഫിക് ഡിസൈൻസൊക്കെ കാണാം. റിയർ ഭാഗത്തെ ടയേഴ്സും ഏകദേശം ഫ്രണ്ടിലെ സെയിം കണ്ടീഷൻ നമുക്ക് റിയർ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൂടെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു ടെയിൽ ലൈറ്റ് അവിടെ സംഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ നമുക്ക് റൂഫിൽ ഒരു എന്താ പറയുക ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ABSന്റെ ബാഡ്ജിങ് കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടി ഒന്ന് സംസാരിച്ചേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ മനോഹരമായിട്ടുള്ളൊരു ഡോർ പാഡിൽ നമുക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്ലോത്ത് ഡിസൈൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ആ ഒരു താഴെ റൈറ്റ് സൈഡ് കാണാൻ പറ്റും. വളരെ ഭംഗിയുള്ള രീതിയിൽ ക്ലോത്ത് ഡിസൈൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ വേറെ ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ബ്ലാക്ക് തീമിൽ തന്നെ വന്നേക്കണം. കൂടാതെ തന്നെ മനോഹരമായിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് കാണാം. കുറച്ച് ഓറഞ്ച് ലൈനിങ്ങിലൊക്കെ വന്നേക്കുന്ന സീറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. നടുക്ക് നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് RPM മീറ്ററൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ തന്നെ കാണാം. ഇവിടെ നല്ല വർക്കിംഗ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനുള്ള മ്യൂസിക് സിസ്റ്റമാണ്. ഇതാണ് ഗിയറിൻ്റെ ആ നോബ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് നോർമലായിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ കിട്ടിയിരുന്ന ഏറ്റവും നല്ല ട്രാൻസ്മിഷനാണ് നമുക്ക് പറയാം. CVT ട്രാൻസ്മിഷനിൻ്റെ തന്നെ ഇവിടെ കൂടെ നമുക്ക് എന്താ പറയുക ഗിയർ ലോക്ക് ചെയ്യാനുള്ളൊരു ബട്ടണും കൂടി അവിടെ ഉണ്ട്. കിലോമീറ്റേഴ്സ് ഒന്ന് ഓണായി കാണിച്ചു തരാം. 78,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ്സും അതുകൂടാതെ റിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സീറ്റ് ക്രോസ് സ്റ്റിച്ചിങ്ങിൽ വന്നേക്കാണ്. അതുകൂടാതെ തന്നെ ആ ഓറഞ്ച് ലൈനിങ് ഒക്കെ ബോർഡർ പോയേക്കണം. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നോർമലായിട്ട് നമ്മൾ റിറ്റ്സും സ്വിഫ്റ്റിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലെഗ് സ്പേസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. റൂഫൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് പരിചയപ്പെടാം.
സീറ്റിൻ്റെ ക്വാളിറ്റി നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ കണ്ടോ, വളരെ ഭംഗിയുള്ള രീതിയിൽ ക്ലോസ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന സീറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 60/40 വന്നേക്കുന്ന സീറ്റ്സ് ആണ്, നമുക്ക് ഡൗൺ ചെയ്യാവുന്ന ഓപ്ഷൻ കൂടി ഉണ്ട്. ഇവിടുന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള വാഹനമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് അപ്പ് ചെയ്തിട്ട് എഞ്ചിൻ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വന്നേക്കുന്ന സ്വിഫ്റ്റ് പെട്രോളിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. അപ്പോൾ എഞ്ചിൻ ഭാഗം കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. പാച്ച് വർക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാം. കൂടാതെ ഇതിൻ്റെ ലിഡിൻ്റെ വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. ബൂട്ട് ഒന്ന് അപ്പ് ചെയ്തേക്കാം. ബൂട്ട് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പേസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുകൂടി നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റിറ്റ്സിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സീറ്റ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താവുന്ന ടൈപ്പാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒരു വൺ സൈഡ് മാത്രം നമുക്ക് ഡൗൺ ചെയ്യിടാം. അതുകൂടാതെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടാതെ തന്നെ സ്പെയർ വീൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കിയാൽ, സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ അമേസർ 4G ലൈഫിൻ്റെ ആ സ്പെയർ വീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെ ഒരു 70% മോഡൽ ഗ്രിപ്പും ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു സ്പെയർ വീലിൻ്റെ ക്യാബിൻ മൊത്തം നോക്കാം. ക്വാളിറ്റി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. വീഡിയോ പോസ് ചെയ്തിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിറ്റ്സിൻ്റെ ഫുൾ വ്യൂ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഓട്ടോമാറ്റിക് സൂപ്പർ അല്ലേ? എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റിറ്റ്സ് ഓട്ടോമാറ്റിക് നമ്മൾ കാര്യമായിട്ടൊന്നും മാർക്കറ്റിലേക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനത്തെ ഒരു റിറ്റ്സ് ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയൻറ്റ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാൻ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നേരെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പിന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും, അത് മാത്രമല്ല നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന ഇൻഫർമേഷനാണ് ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടി ആ രണ്ട് ലിങ്കിനകത്തുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 4,78,000 രൂപ, 4.78 lakhs ആണ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോയുടെ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അഡ്വാൻസ് ചെയ്യാം. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഇപ്പോൾ നിലവിലുണ്ട്. എന്തറിയണമെങ്കിലും നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചേക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം.